അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മഴക്കാലമാണ്. മകീര ഞാറ്റുവേലയ്ക്ക് മഴ, തിരുവാതിര ഞാറ്റുവേലയ്ക്ക് നിർത്താതെ മഴ പെയ്യും. തിരുവാതിര സംസ്കൃതത്തിൽ ആർദ്ര എന്നാണ് നക്ഷത്രത്തിൻ്റെ പേര്. ആർദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നനവുള്ളത് എന്നാണ്. ഒരു നക്ഷത്രത്തെ നനവുള്ള നക്ഷത്രം എന്ന് വിളിക്കാൻ കാരണം ആ നക്ഷത്രത്തിൽ സൂര്യനെത്തുമ്പം ഭൂമി മഴ കൊണ്ട് കുതിർന്നിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ തിരുവാതിരയ്ക്ക് നിർത്താതെ മഴ പെയ്യും. സൂര്യൻ പുണർദത്തിലേക്ക് കടന്നാൽ വീണ്ടും മഴക്കാലം തന്നെയാണ്. പക്ഷേ പുണർദത്തിൻ്റെ പേര് പുനർവസു എന്നാണ് സംസ്കൃതത്തിൽ. പുനർവസു എന്ന് പറഞ്ഞാൽ വീണ്ടും ഐശ്വര്യം, സമൃദ്ധി എന്നാണ് അർത്ഥം. സമൃദ്ധി വരാൻ പോവുകയാണ്. നമ്മുടെ നട്ട ഞാറൊക്കെ വലുതായി അത് കതിരിടാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ പൂയം, ആയില്യം ഞാറ്റുവേലകൾ, പുഷ്യം, ആശ്ലേഷം എന്നാണ് സംസ്കൃതത്തിൽ. ആശ്ലേഷ കാലമാകുമ്പോഴേക്കും കതിരൊക്കെ ഇട്ട് അന്യോന്യം ആശ്ലേഷിച്ച് നിൽക്കും എന്നാണ് സങ്കല്പം. അത് കഴിഞ്ഞാൽ കൊയ്ത്ത് തുടങ്ങും. കൊയ്ത്ത് കാലത്തിൻ്റെ ഞാറ്റുവേല നക്ഷത്രങ്ങളാണ് മകവും പൂരം. അതുകൊണ്ടാണ് കേരളീയർക്ക് മകത്തെയും പൂരത്തെയും ഇത്ര ഇഷ്ടം. മകം പിറന്ന മങ്ക, പൂരം പിറന്ന പുരുഷൻ എന്നൊക്കെ പറയാൻ കാരണം നമ്മുടെ പ്രാചീന കാലത്ത് അല്ലെങ്കിൽ പഴയ കാലത്തെ ജീവിതത്തിൻ്റെ സാഹചര്യമാണ്. ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാകാം. കേരളത്തിലെ ആളുകൾക്ക് പൂയത്തെ വലിയ പേടിയാണ്. പൂയം നക്ഷത്രം ദുസ്സൂചനയാണ്. പൂയത്തിൽ ജനിച്ച കുഞ്ഞിന് 4 കാലുണ്ടെന്നാണ്. തനിക്ക് കാല്, അമ്മയ്ക്ക് കാല്, അമ്മാവന് കാല്, അച്ഛന് കാല്. പൂയം ഞാറ്റുവേലയുടെ ആദ്യത്തെ കാൽഭാഗം, ആദ്യത്തെ 6 മണിക്കൂറിനുള്ളിൽ ജനിച്ചാൽ കുഞ്ഞിന് ആപത്തുണ്ടാകാം. അടുത്ത 6 മണിക്കൂറിനുള്ളിലാണെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയ്ക്കായിരിക്കും ആപത്ത്, പിന്നെ അമ്മാവന്, പിന്നെ അച്ഛന്. ഇതാണ് വിശ്വാസം. സംഭവം എന്താണ്? പൂയം നക്ഷത്രം എന്ന് പറയുന്നത് പൂയം ഞാറ്റുവേലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പൂയം ഞാറ്റുവേല വരുന്നത് കർക്കിടകത്തിൻ്റെ മൂർധന്യത്തിലാണ്. ജന്മിത്വം നിലനിന്ന കാലത്ത് ജനങ്ങൾ പട്ടിണി കിടന്ന കാലമാണ്. ജന്മിയുടെ പത്താഴത്തിൽ മാത്രമേ നെല്ലുണ്ടാവുള്ളൂ. അങ്ങനെ പട്ടിണി കിടക്കുന്ന അമ്മ പ്രസവിച്ചാൽ കുഞ്ഞിനാപത്ത് വരുമെന്നുള്ളതിന് സംശയമില്ല. അപ്പം കുഞ്ഞിനാപത്തുണ്ടാകാം, കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ആപത്തുണ്ടാകാം, വീട്ടിൽ ധാരാളം ആപത്തുകളുണ്ടാകുന്ന, സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മരണം നടക്കുന്ന ഒരു കാലമാണ് പണ്ട് കാലത്ത് കർക്കിടക മാസം, പൂയം ഞാറ്റുവേല. അതുകൊണ്ടാണ് പൂയം എന്ന് പറയുന്ന നക്ഷത്രം ഒരു ചീത്ത നക്ഷത്രമായി മാറിയത്. എന്ന് പറഞ്ഞാൽ നക്ഷത്രം ഒരു കുഴപ്പവും ഉള്ളതായിട്ടല്ല, നക്ഷത്രം നമ്മളെ ആരെയും ഉപദ്രവിച്ചിട്ടല്ല. അന്ന് നിലനിന്നത് നമ്മുടെ സാമൂഹ്യ ബന്ധം അതായിരുന്നു. ജന്മിത്വത്തിൻ്റെ സൃഷ്ടിയാണ് പൂയം എന്ന് പറയുന്ന ചീത്ത നക്ഷത്രം. അത് കഴിഞ്ഞ് കൊയ്ത്ത് തുടങ്ങുമ്പം പട്ടിണി മാറും. കുഞ്ഞുങ്ങളൊക്കെ പിറന്നാൽ എല്ലാവർക്കും സന്തോഷമാണ്. മകവും പൂരവും കൊയ്ത്ത് കാലമാണ്. അതുകൊണ്ട് തന്നെ ആ 2 നക്ഷത്രങ്ങളെയും ജനങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഇതാണ് ഈ നക്ഷത്രങ്ങളുടെ നന്മതിന്മ എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്താനുള്ള ചരിത്ര സാഹചര്യം. നമുക്കിന്നതൊന്നും ഓർമ്മയില്ല. ഇന്ന് കർക്കിടകവും ചിങ്ങവും തമ്മിൽ നമുക്കൊരു വ്യത്യാസമില്ലെങ്കിലും നമുക്കിപ്പോഴും പൂയം ചീത്തയായിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് ചരിത്ര പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകം. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് ജ്യോതിഷം എന്ന് പറയുന്നൊരു ശാസ്ത്രമായിട്ട് തുടങ്ങിയതാണ്. അതിന് ആദ്യകാലത്ത് പുരോഹിതന്മാർക്ക് രാത്രികാലത്ത് സമയം പറഞ്ഞു കൊടുക്കുക എന്നുള്ള കർത്തവ്യമുണ്ടായിരുന്നു. പിന്നീട് ദീർഘദൂരം യാത്ര ചെയ്ത് കച്ചവടമൊക്കെ നടത്തുന്ന ആളുകൾക്ക് ദിക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള കർത്തവ്യമുണ്ടായിരുന്നു. പിന്നീട് സാധാരണ മനുഷ്യർക്ക് ചെറിയ ചെറിയ കാലയളവുകൾ നാളിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കാൻ സഹായിച്ചിട്ടുണ്ടത്. അത് കഴിഞ്ഞാൽ കൃഷിക്കാരന് ഞാറ്റുവേലയും മാസവും കാണിച്ചു കൊടുത്തുകൊണ്ട് കൃഷിക്കുള്ള ഒരുക്കം നടത്താനുള്ള അവസരം നൽകിയിട്ടുണ്ട്. നന്നായി കൃഷി ചെയ്യാൻ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ പ്രായം കണക്കാക്കാൻ വേണ്ടി ഈ ഗ്രഹനില പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ശാസ്ത്രമായിരുന്നു ജ്യോതിഷം. ഇതൊക്കെ പിന്നീട് ഇല്ലാതായത് നമുക്കറിയാം. കാരണം കാലാവസ്ഥ നോക്കാൻ ജ്യോതിഷൻ്റെ ആവശ്യം ഒരു ഘട്ടത്തിൽ ഇല്ലാതായി. നല്ല കലണ്ടർ ഉണ്ടാക്കി ആളുകൾ. ഈജിപ്തുകാർ നൈൽ നദിയിലെ വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് 365 ദിവസത്തിൻ്റെ കൊല്ലം കണ്ടുപിടിച്ചു. നല്ല കലണ്ടർ ഉണ്ടാക്കി. അതോടുകൂടി ജ്യോത്സ്യൻ ആ രംഗത്ത് നിന്ന് ഔട്ടായി. കാലാവസ്ഥാ പ്രവചനത്തിൽ ജ്യോത്സ്യം വേണ്ട, പ്രായം കണക്കാക്കാൻ ജ്യോത്സ്യൻ വേണ്ട, അതുപോലെ തന്നെ സമയം കണക്കാക്കാൻ ജ്യോത്സ്യൻ വേണ്ട. കാരണം മനുഷ്യൻ വാച്ചും ക്ലോക്കും ഒക്കെ കണ്ടുപിടിച്ചു. ദിക്കറിയാൻ വേണ്ടി വടക്കു നോക്കി യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. കാന്തം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോമ്പസ് ഉണ്ടാക്കിയത് ചൈനക്കാരാണ്. ഇങ്ങനെ ഓരോരോ ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റത്തിൽ ജ്യോതിഷത്തിലെ പല കാര്യങ്ങളും അപ്രസക്തമായി തീർന്ന ഘട്ടത്തിൽ സമൂഹത്തിലെ പ്രാധാന്യം നിലനിർത്താൻ വേണ്ടി അവർ കണ്ടുപിടിച്ച മാർഗമാണ് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുക. ഗ്രഹങ്ങളുടെ നിലവെച്ച് ഭാവി പ്രവചിക്കാൻ കഴിയും.
ചൊവ്വാദോഷം, ശനി ദശ എന്നൊക്കെ പറയുന്ന ഒത്തിരി അന്ധവിശ്വാസങ്ങൾ അങ്ങനെ ഉണ്ടായി വന്നതാണ്. ഉദാഹരണത്തിന് ചൊവ്വാദോഷം കൊണ്ട് വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ഒത്തിരി പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആൺകുട്ടികൾ കുറവാണ്. കാരണം ബുദ്ധിയുള്ള ആളുകൾ, സ്വാതന്ത്ര്യമുള്ള ആളുകൾ ജാതകം വലിച്ചു കീറി ഏതെങ്കിലും ജ്യോത്സ്യനെ കണ്ട് കാശ് കൊടുത്താൽ നല്ല ജാതകം എഴുതി കിട്ടും. ചൊവ്വാദോഷമൊന്നും ഇല്ലാത്ത ജാതകം ഇന്ന് ഇഷ്ടം പോലെ എഴുതി തരാൻ ജ്യോത്സ്യന്മാരുണ്ട്. അതുകൊണ്ട് ആൺകുട്ടികൾക്ക് ഇത് വലിയൊരു പ്രശ്നമല്ലാതായിട്ടുണ്ട്, കടുത്ത വിശ്വാസം ഇല്ലെങ്കിൽ. പക്ഷെ പെൺകുട്ടികൾക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. അച്ഛനമ്മമാർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ചൊവ്വാദോഷക്കാരനെ തേടി ഇങ്ങനെ നടന്ന് ഒടുവിൽ മധ്യവയസ്സൊക്കെ ആവുമ്പോഴാണ് വിവാഹത്തിന് ഏതെങ്കിലും ഒരു സാഹചര്യം ഒരുക്കുക. കാര്യം എന്താണ്? വളരെ ലളിതമായ നിസ്സാരമായൊരു കാര്യമാണ് ചൊവ്വാദോഷം. കുട്ടി ജനിക്കുമ്പം കിഴക്ക് ഒരു രാശി ഉദിക്കുന്നുണ്ടാവും. കാരണം ഭൂമിക്ക് ചുറ്റും 12 രാശിയുണ്ട്. ഭൂമി പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് കറങ്ങുകയാണ്. അതുകൊണ്ട് കിഴക്കുള്ള രാശിയെല്ലാം പൊങ്ങി വരും. 2 മണിക്കൂർ കൊണ്ട് ഒരു രാശി ഉദിച്ചു ഉയരും. അപ്പോൾ അടുത്ത രാശി അവിടെ എത്തും. അങ്ങനെ കിഴക്ക് ഓരോ 2 മണിക്കൂറിലും പുതിയ രാശികൾ ഉദിച്ചുകൊണ്ടിരിക്കും. ഏത് രാശിയാണോ ഉദിക്കുന്നത് ആ രാശിയെയാണ് ലഗ്നരാശി അല്ലെങ്കിൽ ഉദയരാശി എന്ന് ജ്യോത്സ്യത്തിൽ പറയുക. ജാതകത്തിൽ ല എന്നെഴുതുന്നത് ഈ ഉദയരാശിയുടെ സ്ഥാനമാണ്, കുട്ടി ജനിക്കുമ്പം ഉദിക്കുന്ന രാശി. അതിനെ ജ്യോത്സ്യന്മാർ 1-ാം ഭാവം എന്ന് പറയും. പിന്നീട് അങ്ങോട്ട് 2-ാം ഭാവം, 3-ാം ഭാവം ഇങ്ങനെ കണക്കാക്കി 7-ാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ അതാണ് 7-ൽ ചൊവ്വ. 8-ാം ഭാവത്തിൽ നിന്നാൽ 8-ൽ ചൊവ്വ. സപ്തമത്തിൽ കുജൻ, അഷ്ടമത്തിൽ കുജൻ എന്നൊക്കെ ജ്യോത്സ്യൻ സംസ്കൃതത്തിൽ പറയും. എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 7-ൽ ചൊവ്വ എന്ന് പറഞ്ഞാൽ കുട്ടി ജനിച്ചപ്പം ചൊവ്വ പടിഞ്ഞാറ് അസ്തമിക്കുകയായിരുന്നു എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. ഒരു കുഞ്ഞ് ജനിക്കുമ്പം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം പടിഞ്ഞാറ് അസ്തമിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ കുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് എന്താണ് സംഭവിക്കുക? ഈ ചോദ്യം ചോദിക്കാൻ ശാസ്ത്രം പഠിച്ചിട്ടുള്ള ഏതൊരു ആളും ഉത്തരവാദിയാണ്. പണ്ട് കാലത്ത് ചൊവ്വ എന്ന് പറയുന്നത് ഒരു ദുഷ്ടദേവനായിരുന്നു, യുദ്ധത്തിൻ്റെ ദേവനാണ്. ക്രൂരൻ എന്നാണ് അതിന് പര്യായം ഉണ്ടായിരുന്നത്. വരാഹമിഹിരൻ കൊടുത്തിരുന്ന പര്യായം ക്രൂരൻ എന്നാണ്. ആള് മഹാക്രൂരനാണെന്നും ചില പ്രത്യേക സ്ഥാനത്ത് നിന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഉപദ്രവം ചെയ്യും എന്നൊക്കെയുള്ള വിശ്വാസം പണ്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ചൊവ്വയ്ക്ക് ചുവപ്പ് നിറമാണ്. സന്ധ്യാസമയത്ത് കിഴക്ക് ചൊവ്വ ഉദിക്കുന്ന കാലത്ത് ഒരു ക്രൂരമായ ജീവിയുടെ കണ്ണുപോലെ ഇതിങ്ങനെ ചുവപ്പ് നിറത്തിൽ വെട്ടിത്തിളങ്ങും. അത് കണ്ടാൽ പേടി തോന്നും ചിലർക്ക്. അതുകൊണ്ട് ഒരു ദേവൻ ഒരു ദുഷ്ടദേവനാക്കി ചിത്രീകരിച്ചതാണ്. യഥാർത്ഥത്തിൽ ആ ചുവപ്പ് നിറത്തിന് കാരണം എന്താണെന്ന് ഇപ്പം നമുക്കറിയാം. ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇരുമ്പിൻ്റെ ഓക്സൈഡുകളുണ്ട്. നമ്മുടെ ചെങ്കല്ലിലടങ്ങിയ അതേ വസ്തു, ചെങ്കല്ലിന് ചുവപ്പ് നിറം നൽകുന്ന അതേ ഓക്സൈഡുകളാണ് ചൊവ്വയുടെ ഉപരിതലത്തിലുള്ളത്. അതുകൊണ്ടാണ് ചൊവ്വ ചുവപ്പ് നിറത്തിൽ കാണുന്നത്. ഭൂമിയുടെ 10-1 മാത്രം വലിപ്പമുള്ള സൂര്യനെ ചുറ്റുന്ന ഒരു ചെറിയ ഗോളമാണ് ചൊവ്വ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്ന കാലത്ത് പോലും 6.5 കോടി കിലോമീറ്റർ അകലെയായിരിക്കും. 35-36 കോടി കിലോമീറ്റർ വരെ അത് അകലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഇത്രയും വ്യത്യസ്തമായ ദൂരങ്ങളിൽ നിന്നുകൊണ്ട് ഈ കൊച്ചു ഗ്രഹം ഭൂമിയിൽ ജനിക്കുന്ന കുഞ്ഞിനെ എന്താണ് ചെയ്യുക? എന്തെങ്കിലും ഒരു കാരണമായി നമുക്ക് കാണാനുണ്ടോ? ജീവനില്ലാത്ത ഏതെങ്കിലും തരത്തിൽ ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹം തോന്നാത്ത ഒരു ഗ്രഹം എങ്ങനെയാണ് ഒരു കുഞ്ഞിൻ്റെ ഭാവിയെ തീരുമാനിക്കുക? മാത്രമല്ല, അത് സൂര്യനെ നിശ്ചിത വേഗത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിരിക്കുന്ന സമയം അതിനറിയില്ല. ചൊവ്വ എവിടെ എത്തിയെന്ന് കുഞ്ഞിനും അറിയില്ല. അങ്ങനെ വെറും യാദൃച്ഛികമായി നടന്ന ഒരു സംഭവം അതെങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഭാവി ജീവിതത്തെ ബാധിക്കുക? ഭാവി തീരുമാനിക്കുന്നത് എന്താണ്? ഇതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ചൊവ്വ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ഭാവി തീരുമാനിക്കുന്ന ഒരു ഘടകമേ അല്ല. ആകെ മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്ന 2 ഗ്രഹങ്ങളെ ജ്യോത്സ്യത്തിലുള്ളൂ. അത് സൂര്യനും ചന്ദ്രനുമാണ്. ജ്യോത്സ്യത്തിൽ സൂര്യചന്ദ്രന്മാർ ഗ്രഹങ്ങളാണ്. സൂര്യൻ അതിൻ്റെ ഭീമമായ വലിപ്പവും ഗുരുത്വാകർഷണവും കാരണവും, ചന്ദ്രൻ അതിൻ്റെ സാമീപ്യം കാരണവും 3,84,000 കിലോമീറ്റർ മാത്രം ദൂരെയാണ്. ഈ 2 കാരണങ്ങളാൽ അത് ഭൂമിയിൽ സ്വാധീനം ചെലുത്തും. പക്ഷേ ഈ സ്വാധീനം ഭാവിയെയല്ല സ്വാധീനിക്കുക, അതത് കാലത്തെയാണ്. ഉദാഹരണത്തിന് സൂര്യനും ചന്ദ്രനും ഭൂമിയുടെ ഒരേ വശത്ത് വരുന്ന കർത്തഭാവം നാളിൽ വേലിയേറ്റത്തിന് ശക്തി കൂടും. അത് ഗുരുത്വാകർഷണത്തിൻ്റെ വർധന കാരണമാണ്. അതനുസരിച്ച് നമ്മുടെ ജീവിതചക്രത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഭാവി എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ തീരുമാനിക്കുന്നതല്ല എന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന് വേലിയേറ്റം, അല്ലെങ്കിൽ കഴിഞ്ഞ സുനാമിയുടെ കാര്യം എടുക്കുക. സുനാമി ഉണ്ടാക്കിയത് ഒരു ഗ്രഹവുമല്ല. സുനാമി ഉണ്ടാക്കിയത് ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന ചില മാറ്റങ്ങളാണ്. ഭൂമിയുടെ ഉള്ളിൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ഊർജം പുറത്തേക്ക് വിടുന്നു.